ഹലോ ഫ്രണ്ട്സ്, ശ്രുതീസ് ടിപ്സ് ആൻഡ് ടോക്സ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ ഒരു ഹെയർ പായ്ക്കുമായിട്ടാണ്. നമുക്ക് അടുക്കളയിൽ കിട്ടുന്ന വെറും 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പായ്ക്കാണിത്. ഈ ഒരു പായ്ക്ക് നമുക്ക് മുടിയിലുള്ള താരൻ ഇല്ലാതാക്കുന്നതിനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കരുത്ത് കിട്ടുന്നതിനും നല്ല തിളക്കം കിട്ടുന്നതിനും അതുപോലെ തന്നെ അകാല നരയ്ക്കൊരു നല്ലൊരു പരിഹാരവുമാണ് ഈ പായ്ക്ക്. അതുപോലെ തന്നെ നമ്മൾക്ക് മുടിയിൽ ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് മുടിയുടെ അറ്റം പിളരുക എന്നുള്ളത്. അപ്പോൾ അതിനും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണിത്. അപ്പോൾ നമുക്ക് ഈ പായ്ക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പേ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ട് എങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടുക. എങ്കിലേ ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഈ പായ്ക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പായ്ക്ക് ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു എഗ്ഗിൻ്റെ യെല്ലോ പാർട്ട് മാത്രമാണ്. അപ്പോൾ ഞാനിത് ചെറിയൊരു അളവാണ് കാണിക്കുന്നത്. ഒരുപാട് വേണം എങ്കിൽ അതിനനുസരിച്ച് യെല്ലോ പാർട്ട് എടുത്തോളുക കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് തൈരാണ്. അതായത് ഒരു എഗ്ഗിൻ്റെ യെല്ലോ പാർട്ട് എടുക്കുമ്പോൾ 4 ടേബിൾ സ്പൂൺ തൈര് നമ്മൾ ചേർക്കണം. അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പം നമുക്കിത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് താരനൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു അരമുറി ലെമൺ ജ്യൂസും കൂടി ചേർക്കുക. അപ്പോൾ ഞാനിത് ചേർക്കുന്നില്ല. ഇപ്പം എൻ്റെ തലയിൽ ഇപ്പോൾ താരനില്ല, അതുകൊണ്ട് തന്നെ ലെമൺ ജ്യൂസ് ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പായ്ക്ക് നമുക്കറിയാം മുടി കൊഴിച്ചിൽ നന്നായിട്ട് അകറ്റും. മുടിക്ക് നല്ലൊരു കരുത്ത് കിട്ടുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്കാണ് ഇത്. ആഴ്ചയിൽ ഒരു 3 ദിവസം നമ്മൾ അപ്ലൈ ചെയ്താൽ മതിയാകും. ഒരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമ്മളിത് ഹെയറിൽ വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. ഇപ്പോൾ വാഷ് ചെയ്യുമ്പോൾ സ്മെല്ലൊക്കെ പ്രശ്നം ഉണ്ടായെങ്കിൽ ഒന്നുകിൽ ഹെർബൽ ഷാമ്പു യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. കഴിവതും ഹെർബൽ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വേറൊന്നുമല്ല, നമുക്ക് ഗുണം കൂടുതൽ കിട്ടുന്നത് ഹെർബൽ ഷാമ്പുവിനാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അതാ നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പായ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചിരിക്കണം. ഇത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചിരിക്കണം. അതിന് ശേഷമാണ് നമ്മളിത് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കണ്ടാൽ തന്നെ അറിയാം. ഇപ്പം എഗ്ഗിൻ്റെ അതായത് യെല്ലോ പാർട്ടാണ് എങ്കിലും അതുപോലെ തന്നെ തൈരാണ് എങ്കിലും നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, തൈര് മാത്രം അപ്ലൈ ചെയ്താലും നന്നായിട്ട് മുടി കൊഴിച്ചിൽ മാറും. ഈ ഒരു പായ്ക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ, അതായത് ആഴ്ചയിൽ ഒരു 3 ദിവസം വെച്ച് നമ്മളിത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ താരൻ നമ്മുടെ തലയിൽ ഉണ്ടാവത്തേ ഇല്ല. അതുപോലെ തന്നെ ഉള്ള താരൻ നന്നായിട്ട് റിമൂവായി പോകുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.